ഒടിയന്റെ രാത്രി. കേട്ടാൽ ശരിക്കും നടന്നതായി തോന്നുന്ന ഒരു ഭീതിയേറിയ കഥ. സ്ഥലം പാലക്കാട്, ഒരു ഗ്രാമം, പണ്ടത്തെ കാലം. സമയം 1990കളിൽ, വൈദ്യുതി പോലുമില്ലാത്ത കറുത്ത രാത്രികൾ. പാലക്കാട് ജില്ലയിലെ ഒരു ഗ്രാമം. രാത്രിയാകുമ്പോൾ ആ ഗ്രാമത്തിൽ ഓരോ വീട്ടിലും ഒരേ ഒരു കാര്യമാണ്: വാതിൽ പൂട്ടി ദീപം അണച്ചു കിടക്കണം. ആരെങ്കിലും പുറത്ത് ഇറങ്ങുകയാണെങ്കിൽ ഒടിയന്റെ കാൽപ്പാടിലാണ്. ഗ്രാമത്തിൽ എല്ലാവരും അറിയുന്ന ഒരു കാര്യം: ഒടിയൻ മനുഷ്യനല്ല, ശരീരമുണ്ടെങ്കിലും നിഴലാണ്. അന്ന് കൃഷ്ണൻ എന്ന യുവാവ് തന്റെ അമ്മയുടെ വീട്ടിലേക്ക് രാത്രിയിൽ കാൽനടയായി പോവുകയായിരുന്നു. വഴിയില്ലാത്ത കാട്, ചന്ദ്രൻ പോലും മറഞ്ഞു കെട്ടിയ ഇരുണ്ട ആകാശം, കയ്യിൽ ചെറിയ ഒരു ഫ്ലാഷ് ലൈറ്റ് മാത്രം. കാറ്റ് നിശബ്ദം, ചുറ്റും മണവാതിലും പഴയ കല്ലുകളും. അവൻ മനസ്സിൽ പറഞ്ഞു, ഒന്നുമാകില്ല, ഒടിയൻ ആരെയും നമുക്ക് കാണാറായിട്ടില്ല. അതിനിടയിൽ വഴിയരികിൽ ഒരു കറുത്ത കാള, ചുവന്ന കണ്ണ്, വായിൽ നിന്ന് കറുത്ത പുക. അത് നടക്കുന്നു, കാതിലേക്ക് വേഗം അടുക്കുന്നു. കൃഷ്ണൻ പേടി പിടിച്ചിട്ടും വെറുതെ മുന്നോട്ട് നടന്നു. പക്ഷെ പിന്നിൽ കാളയുടെ കാൽച്ചുവപ്പ് ശബ്ദം. തൊട്ടു പിന്നിലായി. ഒറ്റ നിമിഷം അവൻ തിരിഞ്ഞു നോക്കി. കാളയില്ല, അത് ഒരു കറുത്ത മനുഷ്യൻ. ശരീരമല്ല, നിഴൽ പോലെ. മുഖം കാണാനാവില്ല, കണ്ണുകൾ മാത്രം ചുവപ്പായി കത്തുന്നു. അവൻ പറഞ്ഞു, നിന്റെ പേര് വിളിച്ചു വിളിച്ചാൽ നീ എപ്പോഴും എൻ്റെ കൂടെ നടക്കും. വിളിക്കാതിരിക്കുക. കൃഷ്ണൻ ഓടി. ഓടിക്കഴിഞ്ഞു വീട്ടിൽ എത്തി. വാതിൽ അടച്ചു. കണ്ണ് തുറക്കുമ്പോൾ പോലും ചുവന്ന കണ്ണുകൾ പുറത്ത് കാത്തുനിന്നു കാണും പോലെ തോന്നി. അന്നു മുതൽ ആ കൃഷ്ണൻ രാത്രിയിൽ ഒരിക്കലും പുറത്തിറങ്ങിയിട്ടില്ല. അവൻ ഇന്ന് പറയുന്നത്: ഒടിയൻ മനുഷ്യനല്ല, തിരിഞ്ഞു നോക്കുമ്പോൾ മാത്രം നീ അവനെ കാണും. അന്നു മുതൽ അവൻ നിന്റെ പിന്നാലെയാവും. ഇന്നും നടക്കുന്ന കാര്യങ്ങൾ. അവന്റെ വീടിനടുത്ത് രാത്രി നടന്നാൽ ചിലർ പറയും, ഒരു കാളയുടെ ചുവപ്പ് കണ്ണ് ഒരു തവണ ദൂരെ അടുക്കും. തിരിഞ്ഞു നോക്കേണ്ട. കാണാത്തവർ വിശ്വസിക്കില്ല, കാണുന്നവർ പിന്നെ ഒരിക്കലും പറയാറില്ല. പാഠം: ഭീതി വാസ്തവമാണ്.